എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. വെളിപ്പാട് 2:17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെർഗമോസിലെ സഭയ്ക്ക് ലഭിക്കുന്ന വലിയൊരു പ്രതിഫല വാഗ്ദാനമാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ജയിക്കുന്നവർക്ക് 2 കാര്യങ്ങളാണ് കൊടുക്കുന്നതെന്ന് വാഗ്ദാനം ചെയ്യുന്നു. 1 ജീവമന്ന, 2 പുതിയ നാമം. ദൈവം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ മന്ന കൊടുത്തു. ആ കാലഘട്ടം കഴിയുകയും മന്ന ആവശ്യമില്ലാതെ വരികയും ചെയ്തപ്പോൾ ഓർമ്മയ്ക്കായി ഒരു പാത്രം നിറയെ നിയമപെട്ടകത്തിനുള്ളിൽ സൂക്ഷിച്ച് വെച്ചു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങളിൽ നമുക്കത് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതിൻ്റെ പരാമർശമുണ്ട്. BC 6-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ശലോമോൻ നിർമ്മിച്ച ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ ഈ മന്ന യിരെമ്യാ പ്രവാചകൻ സീനായി പർവ്വതത്തിലെ ഒരു ചെറിയ വിടവിൽ ഒളിച്ചു വെച്ചു എന്നാണ് ഐതിഹ്യം. മശീഹ വരുമ്പോൾ യിരെമ്യാ പ്രവാചകൻ ഉയിർത്തെഴുന്നേറ്റ് ഈ മന്ന എടുത്തുകൊണ്ട് വരുമെന്നും യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. മറഞ്ഞിരിക്കുന്ന മന്ന എന്ന ഒരു ശൈലിയുടെ പിൻപിലെ രഹസ്യം അല്ലെങ്കിൽ ഐതിഹ്യം ഇതാണ്. മറഞ്ഞിരിക്കുന്ന മന്ന ഭക്ഷിക്കുന്നത് മശീഹായുടെ പുതുയുഗത്തിലെ അനുഗ്രഹമാണ്. എന്നാൽ യേശുക്രിസ്തു അരുളി ചെയ്തു, മറഞ്ഞിരിക്കുന്ന മന്ന താൻ തന്നെയാണ് എന്ന്. മന്ന എന്ന ആശയത്തിന് ഇതിനേക്കാൾ വിശാലമായി അർത്ഥവ്യാപ്തിയുണ്ട്. യഹോവ നിങ്ങൾക്ക് തിന്നാൻ തന്ന അപ്പം ഇതാകുന്നു എന്ന് മന്നയെപ്പറ്റി പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്നു. സ്വർഗീയ ധാന്യമെന്നും ബലവാന്മാരുടെ അപ്പമെന്നും, അതായത് മാലാഖമാരുടെ അപ്പം, സ്വർഗീയ അപ്പം, ഇങ്ങനെ അപരനാമങ്ങളൊക്കെ ഇതിനുണ്ട്. ഈ സ്വർഗീയ ഭോജനം ലഭിക്കണമെങ്കിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ മാലിന്യങ്ങളിൽ പങ്കുചേരാതിരിക്കണമെന്നാണ് ദാർശനികനായ യോഹന്നാൻ ചരിത്ര പശ്ചാത്തലത്തിൽ പറയുന്നത്. എന്നാൽ 4-ാമത്തെ സുവിശേഷ കർത്താവായ യോഹന്നാൻ ഇത് വിശുദ്ധ കുർബാനയുടെ സാരാംശം വിവരിക്കാനായി ഉപയോഗിക്കുന്നു. ഞാൻ സാക്ഷാൽ ജീവൻ്റെ അപ്പമാകുന്നു. യോഹന്നാൻ 6:31-35 വരെയുള്ള വാക്യങ്ങൾ. ഈ ഒരു അരുളപ്പാട് ക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ പറയുന്നു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരം. ആത്യന്തികമായി തൻ്റെ വിശ്വസ്ത സാക്ഷികൾക്ക് നൽകുന്ന ജീവമന്നയും ഇതുതന്നെയാണ്, അതായത് ക്രിസ്തുവിനെ തന്നെ നൽകുന്നു. പെർഗമോസിലെ സഭയ്ക്ക് 2-ാമത്തെ വാഗ്ദാനം പുതിയ നാമം ഉല്ലേഖനം ചെയ്ത വെള്ളക്കല്ലാണ്. ഇതേപ്പറ്റി വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. ചിലത് ഇങ്ങനെയാണ്: പ്രാചീന ലോകത്തിൽ വെള്ളക്കല്ല് പല അർത്ഥങ്ങളും നൽകുന്നതായിരുന്നു. 1-ാമത്തെ ഒരു ചിന്ത, യഹൂദ റബ്ബിമാരുടെ ഒരു ഐതിഹ്യം മന്നായോടുകൂടെ രത്നങ്ങളും സ്വർഗത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തിന് വീഴ്ത്തിക്കൊടുത്തു എന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ വെള്ളക്കല്ല് ദൈവത്തിൻ്റെ ദാനത്തെ കുറിക്കുന്നു. പ്രാചീന ലോകത്തിൽ നിറമുള്ള കല്ലുകൾ എണ്ണം കുറിക്കുന്നതിനായും കണക്ക് കൂട്ടുന്നതിനായും ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ പ്രാഥമിക രൂപമാണ് കമ്പികളിൽ കോർത്ത മുത്തുകൾ ക്രമീകരിച്ച് കണക്ക് കൂട്ടുന്നത്. ഈ അർത്ഥത്തിൽ വിശ്വസ്ത സാക്ഷികളെ
സ്വർഗത്തിലെ വിശുദ്ധന്മാരുടെ എണ്ണത്തിൽ ചേർക്കും എന്നാണ് സാരം. മറ്റൊരു ചിന്ത, പ്രാചീന കാലത്തെ നീതിന്യായ കോടതിയിൽ വെളുത്ത കല്ലുകളും കറുത്ത കല്ലുകളും ന്യായാധിപന്മാരുടെ വിധി വ്യക്തമാക്കാനും രേഖപ്പെടുത്താനും ഉപയോഗിച്ചിരുന്നു. കറുത്ത കല്ലുകൾ ശിക്ഷാവിധിയുടെയും വെളുത്ത കല്ലുകൾ കുറ്റമില്ലായ്മയുടെയും പ്രതീകമായിരുന്നു. അന്തിമ ന്യായവിധിയിൽ നിന്ന് വിശ്വസ്ത സാക്ഷികൾ കുറ്റമറ്റവരും വിശുദ്ധന്മാരും ആകയാൽ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവും രേഖയുമായി അവർക്ക് നേരത്തെ തന്നെ വെള്ളക്കല്ലുകൾ സമ്മാനിക്കും എന്നതാണ് അർത്ഥം. അങ്ങനെ വ്യത്യസ്തമായ ഐതിഹ്യങ്ങൾ ഈ വെള്ളക്കല്ലിനെ കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. അവസാനമായി മറ്റൊരു കാര്യം, പ്രാചീന ലോകത്തിൽ രക്ഷ അഥവാ മന്ത്രത്തകിട് ധരിക്കുന്ന പതിവുണ്ടായിരുന്നു. സ്വർണമോ വെള്ളിയോ വിലയേറിയ രക്തമോ ആവാം. ചിലപ്പോൾ വെറും കക്ക കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം. കയ്യിലോ കാലിലോ ചുറ്റിക്കെട്ടുന്ന ഈ രക്ഷയിൽ ഒരു ദിവ്യ നാമം എഴുതിയിരിക്കും. അത് മിക്കപ്പോഴും ഒരു ദേവന്റെ നാമമായിരിക്കും. വിഷമ സാഹചര്യങ്ങളിൽ മന്ത്രിച്ചാൽ മതി, ആ ദേവനാഗതനായി സഹായിക്കും, രക്ഷിക്കും. അതുമൂലം ഭൂത പിശാചുക്കളുടെ മേൽ നിയന്ത്രണം ലഭിക്കും. ക്രിസ്ത്യാനി സത്യദൈവത്തിൻ്റെ നാമം വഹിക്കുന്നതിനാൽ യാതൊരു ദുഷ്ടശക്തിയും അങ്ങനെയുള്ളവരെ ബാധിക്കുകയില്ല. വെള്ളക്കല്ലിൽ കൊത്തിയ പുതിയ നാമം ആണ് ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതെന്താണ്? വെളുത്തത്, പുതിയത് എന്നിവ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേക ആശയ രൂപങ്ങളാണ്. വെളുപ്പ് നിറം സ്വർഗീയ അനുഭവമായി അല്ലെങ്കിൽ അവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. തിളങ്ങുന്നത്, ജീവചൈതന്യം പകരുന്നത്. ഇത് സ്വർഗത്തിൻ്റെയും ദൈവത്തിൻ്റെയും സംശുദ്ധിയെ കാണിക്കുന്നു. വെള്ള വസ്ത്രം, വെള്ളക്കുപ്പായം, വെള്ളക്കുതിര, ദൈവത്തിൻ്റെ വെള്ള സിംഹാസനം, ഇങ്ങനെയുള്ള പ്രതിരൂപങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് കാണുന്നുണ്ട്. സ്വർഗത്തിൻ്റെ നിറം വെള്ളയാണെന്ന് വരെ പറയുന്നു. അപ്പോൾ ഒരു ഡുവലിസമാണ് ഇവിടെ കാണുന്നത്. വെളുത്തത്, കറുത്തത്, ഇരുട്ട്, വെളിച്ചം, ആകാശം, ഭൂമി, ശരീരം, ആത്മാവ്, ഇങ്ങനെ നിലനിന്നിരുന്ന ഒരു യവനായ ഭാഷയിലെ ഡുവലിസം, അതിൽ വെളുത്തതാണ് നന്മയുടെ പ്രതീകമെന്നൊരു ചിന്ത പൊതുവെ ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. പുതിയത് എന്ന അർത്ഥം വരുന്ന രണ്ട് പദങ്ങൾ ഗ്രീക്കിലുണ്ട്. ഒന്ന് നെയോസ് ആണ്, മറ്റൊന്ന് കൈനോസ് ആണ്. നെയോസ് പഴയ സാധനത്തിൻ്റെ ഒരു പുതിയ എണ്ണം അല്ലെങ്കിൽ പതിപ്പ് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ കൈനോസ് ഗുണത്തിൽ മുൻപ് ഉണ്ടായിട്ടില്ലാത്തതും ആയിരിക്കും. അതായത് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായത് എന്ന അർത്ഥത്തിലാണ്. അതായത് പുതുതായി നിർമ്മിച്ചതെന്ന് മാത്രമല്ല, അതുപോലെയൊന്ന് മുൻപൊരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. ഇതുവരെ അറിയപ്പെടാത്ത ഒരു പുതിയ വസ്തു എന്നർത്ഥം. പുതിയ യെരുശലേം, പുതിയ പാട്ട്, പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടാൽ ഞാൻ സകലവും പുതുതാക്കുന്നു. ഇവിടെയെല്ലാം കൈനോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെളുത്ത കല്ലിൻ്റെയും പുതിയ പേരിൻ്റെയും അർത്ഥം വിശ്വസ്ത സാക്ഷിക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നൽകുന്ന വാഗ്ദാനം ഒരു പുതിയ ആളത്വമാണ്. പുതിയ ജീവൻ, പുതിയ സ്വഭാവം, പുതിയ അന്തരംഗം, സകല പാപക്കറകളിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ആളത്വം സ്വർഗത്തിൻ്റെ സംശുദ്ധിയോടെ പ്രകാശനമായി തീരും. അങ്ങനെ പുതു സൃഷ്ടിയായി തീരുന്ന മനുഷ്യൻ കല്ലിൽ എഴുതിയ പുതിയ നാമം ധരിക്കും. വളരെ ശ്രേഷ്ഠമായ ഒരാശയമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ക്രിസ്തുവിൽ പുതുതാക്കപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ പുതുതാക്കപ്പെടുന്ന ഒരനുഭവം പെർഗമോസിലെ സഭയ്ക്ക് നൽകുന്ന വലിയ പ്രതിഫല വാഗ്ദാനമാണ്. കഷ്ടതയുടെ തീച്ചൂളിലൂടെ കടന്നു പോകുന്ന സഭയ്ക്ക് കർത്താവ് നൽകുന്ന വാഗ്ദാനം, നിങ്ങൾക്ക് ജീവമന്ന, മറഞ്ഞിരിക്കുന്ന ജീവമന്ന ലഭിക്കുകയും പുതിയ വെള്ളക്കല്ലിൽ കൊത്തിയ പുതിയ നാമം ലഭിക്കുകയും ചെയ്യുന്നു.
സമൂലമായ ഒരു പരിവർത്തനം, ഒരു പുതുതാക്കപ്പെടൽ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഈ താൽക്കാലികമായ പീഡനങ്ങളുടെ മധ്യത്തിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുതേ എന്ന സൂചന ശക്തമായി നൽകുന്നു. പുതിയ നാമം നൽകുന്നു. പുതിയ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരാൾക്ക് പുതിയ നാമം നൽകുന്നത് പുതിയ സ്വഭാവത്തെയും പുതിയ അവസ്ഥയെയും കാണിക്കുന്നതിനാണ്. അബ്രാമിനെ അബ്രഹാം ആക്കിയത് അനേക വംശങ്ങളുടെ പിതാവാക്കും എന്നുള്ള ദൈവ വാഗ്ദാനത്തോടു കൂടിയാണ്. മനുഷ്യജാതിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ അബ്രഹാമിന് ഒരു പുതിയ അവസ്ഥ അഥവാ പ്രാധാന്യം ലഭിച്ചു. പെനിയേലിൽ യാക്കോബിന് ഇസ്രായേൽ എന്ന നാമം ലഭിച്ചു. ദൈവത്തിൻ്റെ പ്രഭുവെന്നോ ദൈവത്തിൻ്റെ രാജകുമാരനെന്നോ ഒക്കെ അർത്ഥമുണ്ട്. യാക്കോബ് ദൈവത്തോട് മല്ലിട്ട് വിജയം വരിച്ചതുകൊണ്ട് അവന് പുതിയ അവസ്ഥ ലഭിച്ചു. ഇസ്രായേലിനോട് ദൈവത്തിൻ്റെ വാഗ്ദത്തം യെശയ്യാ പ്രവാചകൻ ശ്രവിക്കുന്നു. നിനക്ക് പുതിയ പേർ വിളിക്കും, ദൈവത്തിൻ്റെ വായ് തന്നെ ആ പേർ വിളിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഒരു പുതുക്കം നമുക്കുണ്ട് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറച്ചുകൂടെ ധന്യമാക്കാൻ, ബലപ്പെടുത്താൻ, ഉറപ്പിക്കാൻ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾക്ക് ജീവിപ്പാനുള്ള കൃപയും ബലവുമൊക്കെ നൽകണമേ. അവിടെ ഞങ്ങളെ പുതുതാക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കളങ്കങ്ങളിൽ നിന്നും കറകളിൽ നിന്നും കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾക്ക് പുതുമ നൽകി, വീണ്ടെടുപ്പ് നൽകി. എല്ലാറ്റിനും സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാനുള്ള കൃപയും ബലവും ആരോഗ്യമൊക്കെ നൽകണമേ. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ നന്മ കൊണ്ട് ഞങ്ങളെ നടത്തുന്നു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറാത്ത കൃപയിൽ, സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെ നയിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, കർത്താവ് ജീവിതത്തിന് നൽകിയ നന്മയെ ഓർത്ത് സ്തുതിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. അനുഭവങ്ങളുടെ പുതുമ നൽകണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.